നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശീമച്ചക്ക ഉണ്ട്, അതായത് ഇത് കണ്ട. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല, ഇവിടെ പറയുന്നത് ശീമച്ചക്ക എന്നാണ് പറയുന്നത്. ഇത് വെച്ച് നമുക്കൊരു മസാലക്കറി ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം, വാ എല്ലാവരും. നമ്മൾ കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ, ഒരു 3 ടേബിൾ സ്പൂൺ, നമ്മൾ അതിനനുസരിച്ച് എടുക്കുന്നുള്ളൂ. അത് മൊത്തം ചക്കയും നമ്മൾ എടുക്കുന്നില്ല, അതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. കുറച്ച് പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയും മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ശരിക്കും റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് മിക്സിക്കകത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാവേ. ഇതിൻ്റെ ചൂടൊന്ന് ആറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമുക്ക് തേങ്ങാക്കൊത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ഫ്രൈ അല്ല, അതിങ്ങനെ ഓരോന്ന് നമ്മളിനിയും ചുവന്നുള്ളി ഇടും. അത് നമുക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യാം. അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇടണേ. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇടാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു മീഡിയം ആയിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മതിയേ ചുമന്നുള്ളി. കൊച്ചുള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ശീമച്ചക്ക ചേർക്കാം, അല്ലെങ്കിൽ കടച്ചക്ക. ഇത് കടച്ചക്കയും ശീമച്ചക്കയെന്നും ഇതിൻ്റെ പേര് പറയുക. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ. നമ്മളൊരു ശീമച്ചക്കയുടെ പകുതിയെ എടുത്തിട്ടുള്ളേ. ഇത് നമുക്ക് ഈ എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് കൊച്ചുള്ളിയാണ് നമുക്ക് കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്ന കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ചേർത്തുണ്ടാക്കുന്ന കറികൾക്ക് എപ്പോഴും നല്ല ടേസ്റ്റാണ്. ഈ ശീമച്ചക്ക കൊണ്ട് പല വിഭവങ്ങളും ഉണ്ടാക്കാം. ഇതുകൊണ്ട് തോരൻ ഉണ്ടാക്കാം, ഇത് ഫ്രൈ ചെയ്ത് ചിപ്സ് പോലെ ആക്കാം. ഇതൊക്കെ പല രീതിയിൽ പല കറികളും ഈ ചിപ്സായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു ഇതാണ് ശീമച്ചക്ക അഥവാ കടച്ചക്ക. ഇപ്പം ശീമച്ചക്കയുടെ സീസണാണ്, മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾക്ക് അവൈലബിൾ ആണ്.
ഇതൊരു മീഡിയം ആയിട്ട് നമുക്കൊന്ന് സോർട്ട് ചെയ്യാവേ. ശീമച്ചക്ക മീഡിയമായിട്ട് വഴണ്ടിട്ടുണ്ട്. എണ്ണയ്ക്കകത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റി ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഒരു കറിയുടെ രുചി കൂട്ടുന്നത്. ഇങ്ങനെ ചെയ്താൽ കുറേ കൂടെ നല്ലതാണ്. ചില ആൾക്കാരൊക്കെ ഡയറക്റ്റ് ഇത് വെള്ളം ഒഴിച്ച് വേവിക്കും. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് എണ്ണയ്ക്കകത്ത് ഇതെല്ലാം ഒന്ന് വഴറ്റി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണം കറിക്കുണ്ടാവും. നമുക്കിതിനകത്ത് കുറച്ച് ഇനിയും വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ച് ഇതൊന്ന് അല്പനേരം ഒന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് നേരം നമുക്ക് അല്പം ഉപ്പും കൂടി ഇടാവേ. അടച്ചു വെച്ച് വേവിക്കാം. അടപ്പം തുറന്നു നോക്കാവേ. നമ്മൾ ചേർത്ത വെള്ളമൊക്കെ പറ്റി. ഇനി അരപ്പ് ചേർക്കാം. നമ്മൾ വറുത്തരച്ച അരപ്പ് ചേർക്കാവേ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇനി നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാൻ. നമുക്ക് ഉപ്പും കൂടെ ഒന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കൂടെ വേണം. ഈ അരപ്പൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ. കറി എന്തായെന്ന് നമുക്ക് നോക്കാവേ. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ശകലം ഉപ്പ് കുറവുണ്ട്. നല്ല ഒരു കറിയാണ് ഇത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കറികളാണ്. ഇതിൻ്റെ അകത്ത് അധികം എരിവില്ല, മസാലകൾ അധികമില്ല. നല്ല പോഷകസമൃദ്ധമായ ഒരു വെജിറ്റേറിയൻ കറിയാണിത്. അന്നേരം ചക്കയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന് ഒരു കടുകും കൂടെ വറക്കാം. വേണ്ടാത്തവർക്ക് അത് വറക്കാതിരിക്കാവേ. അന്നേരം എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാമേ. നമ്മൾ കടുകും കൂടെ വറുത്ത് ചേർക്കുകയാണേ. കടുക് വറുത്ത് കറിയിൽ ചേർത്തേ.